സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയയിലേക്ക് സ്വാഗതം. വളരെയധികം സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയുമാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഈ കഴിഞ്ഞ ആഴ്ചകളിലും അല്ലെങ്കിൽ ഈ ഒരു മാസം മുഴുവനായിട്ടും സംഘികളുടെ മെഴുകലിൽ കൂടി നമ്മുടെ മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു പുരുഷനെ, ആ ഒരു ആണത്തമുള്ള ഒരു മനുഷ്യനെ, ആ ഒരു നിലവാരവും നിലപാടുമുള്ള ഒരു വ്യക്തിയെ അടിച്ചമർത്താൻ വേണ്ടി കാണിച്ചു കൂട്ടിയ പരാക്രമങ്ങളും അതിനെപ്പറ്റിയെല്ലാം നമ്മൾ പല തലങ്ങളിൽ കൂടി ചർച്ച ചെയ്തതാണ്. അങ്ങനെ ഇരിക്കെ ഫാൽക്കെ അവാർഡ് മോഹൻലാലിന് കൊടുക്കുകയും മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഒന്നുമല്ലാത്ത രീതിയിലേക്ക്, ഒട്ടും ഡിസേർവിംഗ് അല്ലാത്ത രീതിയിലേക്ക് തള്ളിക്കളയുകയും പിന്നീട് അതിനുശേഷം ഇന്നിപ്പോൾ നമ്മൾ കണ്ടൊരു വാർത്തയാണ് സ്റ്റേറ്റ് അവാർഡ് ചാമ്പ്യൻസ് ആരൊക്കെയാണെന്നുള്ളൊരു വാർത്ത. അതെല്ലാവരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കിയിരുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അത് ആർക്കാണ് കിട്ടാൻ പോകുന്നത്, ആരാണ് അതിന് അർഹനായിട്ടുള്ളതെന്നുള്ളത്. കാരണം നാഷണൽ അവാർഡ് വിന്നേഴ്സായിട്ട് സംഘികളാണ് പല ആളുകളെയും പ്രഖ്യാപിച്ചത്. അപ്പോൾ സംഘികൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന, സംഘികളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന, സംഘികളുടെ അടിമകളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് സംഘികൾ അവർക്കൊരു അവാർഡ് എന്ന് പറയുന്ന രീതിയിലേക്ക് അവർ ഒരു പരിപാടി ഇങ്ങനെ നടത്തിയത്. അങ്ങനെ നടത്തിയതിൽ കൂടി അവാർഡ് കിട്ടിയത് ആർക്കൊക്കെയാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ നാളിതുവരെയും സംഘികളുടെ ഒരു വൽക്കരണവും ഏൽക്കാത്ത, സംഘികളുടെ ഒരു മെഴുകലിനും ഇരയാക്കപ്പെടാത്തൊരു വ്യക്തിയായിരുന്നു മമ്മൂക്ക. ആ മമ്മൂക്കയെ ഈ പറയുന്ന ഫാൽക്കെ അവാർഡിന്റെ ആ ഒരു പേരിൽ, ആ ഒരു പട്ടികയിൽ നിന്ന് പോലും തള്ളിക്കളഞ്ഞ, അദ്ദേഹത്തിന്റെ പ്രായത്തിനെ പോലും മതിയായി പരിഗണിക്കാത്ത വൃത്തികെട്ട നയമാണ് സംഘികൾ കാണിച്ചത്. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന അവാർഡിൽ മമ്മൂക്കയ്ക്ക് നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരിക്കുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, എനിക്ക് ഓൾറെഡി അറിയാമായിരുന്നു ഈ ഒരു അവാർഡിന് മമ്മൂക്ക അർഹനാണെന്നുള്ളത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർഹതപ്പെട്ട ആളുകൾക്കാണ് കൊടുക്കുക. അല്ലാതെ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് അടിമയെ പോലെ നിൽക്കുന്ന, അല്ലെ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് അവരുടെ വൃത്തികേടിനെല്ലാം കൂട്ടി നിൽക്കുന്ന ഒരു വ്യക്തിക്കൊന്നും അല്ല കൊടുക്കുക. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് പറയുന്നൊരു പരിപാടിയിൽ മമ്മൂക്ക മുഖ്യ അതിഥിയായി എത്തുകയും ആ ഒരു വേദിയിൽ വെച്ചിരുന്നുകൊണ്ട് തന്നെ ആ മുഖ്യമന്ത്രിയും എല്ലാ ആഭ്യന്തര വകുപ്പിലുള്ള എല്ലാ ആളുകളും ഇരിക്കെ തന്നെ മമ്മൂക്ക പറഞ്ഞൊരു കാര്യമുണ്ട്, അതിദാരിദ്ര്യം മാത്രമേ നമ്മുടെ നാട്ടിൽ നിന്ന് മാറിയിട്ടുള്ളൂ. ഇതുവരെയും ദാരിദ്ര്യം എന്ന് പറയുന്നൊരു സാധനം മാറിയിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ രാജപാതകളും രാജവീതികളും ഈ പറയുന്ന കൊട്ടാര സമുച്ചയങ്ങളും കെട്ടിപ്പടുത്തുയർത്തുന്നതിലല്ല ഒരു വികസനം എന്ന് പറയുന്നത്. അത് ആ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് അവിടെ ഒരു ശരിക്കുള്ളൊരു വികസനം, അല്ലെങ്കിൽ അവിടെയുള്ള ഒരു എല്ലാ കാര്യങ്ങളിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുന്നതെന്നാണ് മമ്മൂക്ക പറഞ്ഞത്. അങ്ങനെ മമ്മൂക്ക പറഞ്ഞതിൻ്റെ ശേഷം പല ആളുകളും പറഞ്ഞു, ഒരു അവാർഡിൻ്റെ ഒരു തീരുമാനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കെ തന്നെ മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ, ആ ഒരു മുഖ്യമന്ത്രി എല്ലാവരും ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ അവാർഡ് നിശ്ചയിക്കുന്ന എല്ലാ ആളുകളും ഇരിക്കെ തന്നെ ആ ഒരു ഭരിക്കുന്ന പാർട്ടി തന്നെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ഗട്ട്സ് ചില്ലറയൊന്നും അല്ല എന്നുള്ളത്. അപ്പോൾ അത് തന്നെയാണ് എല്ലാവരും ചർച്ച ചെയ്ത് ഞാനും അതിനെപ്പറ്റി പറയുകയുണ്ടായി. അപ്പോൾ മമ്മൂക്കയ്ക്ക് ഇന്ന് അവാർഡ് നിശ്ചയിച്ചിരിക്കുകയാണ്. ആ അവാർഡ് കിട്ടിയിരിക്കുന്ന ഏത് സിനിമയ്ക്കാണെന്ന് അറിയാമോ? നമ്മുടെ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ. ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്കയുടെ ഒരു വേറിട്ടൊരു കഥാപാത്രമായിരുന്നു നമ്മൾ കണ്ടത്. അതായത് നാളിതുവരെ നമ്മൾ കാണാത്തൊരു വേഷപ്പകർച്ചയായിരുന്നു മമ്മൂക്കയ്ക്ക് ഉണ്ടായിരുന്നത്. ആ മമ്മൂക്ക ഒരു മനയിൽ ഒരു പോറ്റിയായിട്ടിരിക്കുകയും അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളെ പറ്റിയും തൻ്റെ ആ ഒരു പ്രായത്തിലും, ആ ഒരു പ്രായം നമ്മൾ എടുത്തു പറയണം. കാരണം ഒരു 74 വയസ്സ്, വെറും 74 വയസ്സെന്ന് പറഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റില്ല. ആ ഒരു പ്രായത്തിലും അങ്ങനെ ഒരു ക്യാരക്ടർ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ സിനിമ കാണുമ്പോൾ ഒരു നായകനായിട്ട് തോന്നാം, പിന്നെ അല്ലെങ്കിൽ ഒരു വില്ലനായിട്ട് തോന്നാം, നമുക്ക് എല്ലാവർക്കും ദേഷ്യം തോന്നുന്നൊരു കഥാപാത്രമായിട്ട് തോന്നാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു തലത്തിലേക്ക് തൻ്റെ ഒരു കഥാപാത്രം, അല്ലെങ്കിൽ തൻ്റെ ഒരു ജീവിതത്തിലെ ഒരു കഥാപാത്രത്തിനെ മാറ്റിയെടുക്കുമ്പോൾ മമ്മൂക്ക അവിടെ ഒരു ഒട്ടും നെഗറ്റീവ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവാത്ത രീതിയിൽ, അല്ലെങ്കിൽ അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായാലും തനിക്കൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് ആ ഒരു കഥാപാത്രത്തിനെ കാഴ്ചവെച്ചിരിക്കുന്നത്. ഏറ്റവും നല്ല രീതിയിൽ സ്കോർ ചെയ്തൊരു സിനിമ തന്നെയാണ്, വേറിട്ടൊരു വേഷപ്പകർച്ചയാണ്. അപ്പോൾ അതിൽ മമ്മൂക്ക ശരിക്കും ആ ഒരു മനയിലെ ഒരു പോറ്റിയായി തന്നെ ജീവിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു സിനിമയ്ക്കൊക്കെ അവാർഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഏത് സിനിമയ്ക്കാണ് അവാർഡ് കൊടുക്കേണ്ടത്? അപ്പോൾ ഈ ഒരു അവാർഡ് നിശയിൽ സജി ചെറിയാൻ മമ്മൂക്കയെ വിശേഷിപ്പിക്കുന്ന, അല്ലെ മമ്മൂക്കയെ പറ്റി പറയുന്നൊരു കാര്യമുണ്ട്. നമുക്കതൊന്ന് കേട്ട് നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. മികച്ച നടൻ, മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി, പ്രിയപ്പെട്ട മമ്മൂക്ക. മികച്ച നടൻ, മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി, പ്രിയപ്പെട്ട മമ്മൂക്ക. ചിത്രം ഭ്രമയുഗം. 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. കൊടുമൺ, പോറ്റി, ചാത്തൻ എന്നീ 2 കഥാപാത്രങ്ങളെ ഏക ശരീരത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് അധികാരത്തിനകത്തെ പൈശാചികതയെ അതിശക്തമായും സൂക്ഷ്മമായും ആവിഷ്കരിച്ച ഭാവാവനയ മികവിന് താരപദവിയും പ്രതിച്ഛായയും മറന്ന് ഉടലിനെ അഭിനയ പരീക്ഷണത്തിന്റെ ഉപാധിയാക്കാനായി എടുത്തണിഞ്ഞ പ്രതിനായക വേഷത്തിന്റെ പാർനാട്ട പൂർണ്ണതയ്ക്ക് കണ്ടില്ലേ? ഇങ്ങനെയൊക്കെ വേണം ഒരു അവാർഡ് നിശ്ചയിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു അവാർഡിനെ പറ്റി പ്രസംഗിക്കാനായിട്ട്. അത് വേണ്ട രീതിയിൽ തന്നെ നമ്മുടെ മന്ത്രി അത് പ്രസംഗിച്ചു, അല്ലെങ്കിൽ അതിനെപ്പറ്റി അവതരിപ്പിച്ചു. ഒരു കൊടുമൺ പോറ്റിയായിട്ടുള്ളൊരു കഥാപാത്രമായിട്ട് മമ്മൂക്ക രംഗത്തേക്ക് എത്തുകയും
സ്ക്രീനിലേക്ക് എത്തുകയും അതിൽ തന്നെ ഒരു ചാത്തനായിട്ടും മമ്മൂക്ക വരുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടത്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമ്മളെല്ലാവരും ആ സിനിമ കണ്ടപ്പോൾ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു നടൻ, ആ ഒരു നടൻ്റെ ഇത്രയും ലൈഫിൽ ഇല്ലാത്തൊരു കഥാപാത്രം പല ആളുകളും റീൽസ് ചെയ്തുകൊണ്ടും പല ആളുകളും അതിനെ അനുകരിച്ചുകൊണ്ടും ഒക്കെ രംഗത്തേക്ക് വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതുവരെ നമ്മൾ ആരും കണ്ടിട്ടില്ലാത്തൊരു കഥാപാത്രമായിട്ട് തന്നെയാണ് മമ്മൂക്ക ആ ഒരു സിനിമയിൽ വന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ തന്നെ ആ മമ്മൂക്കയുടെ സിനിമയോടുള്ള അഭിനിവേശം, അടങ്ങാത്ത അഭിനിവേശം എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ മമ്മൂക്ക എന്ന് പറയുന്നൊരു നടന് അല്ലെങ്കിൽ മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യന് അദ്ദേഹത്തിന് പണത്തിനോടല്ല ആക്രാന്തം, അല്ലെങ്കിൽ ആ പണത്തിനോടല്ല അദ്ദേഹത്തിന് താല്പര്യം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിനയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കലാജീവിതം എന്ന് പറയുന്നതിനോടാണ് അദ്ദേഹത്തിന് ഒരിക്കലും അടങ്ങാത്തൊരു അഭിനിവേശമുള്ളത്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നാളിതുവരെയായിട്ട് സിനിമയെ വിടാതെ സിനിമയ്ക്കൊപ്പം തന്നെ സിനിമ എന്നും കൂടെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ആൾക്ക് എപ്പോഴാണ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സിനിമ ചെയ്ത് കഴിയുമ്പോൾ, അല്ലെ ഒരു സിനിമയുടെ ഒരു കഥാപാത്രത്തിന് ഒരു പൂർണ്ണത എത്തിക്കഴിയുമ്പോഴാണ് അദ്ദേഹം എല്ലാ തലത്തിലും ഒരു സാറ്റിസ്ഫൈഡ് ആവുന്നതെന്നാണ് അദ്ദേഹം പല ഇൻ്റർവ്യൂസിലും പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ മമ്മൂക്ക ഈ അവാർഡ് കിട്ടിയതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ എന്താണ് പറഞ്ഞതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. എൻ്റെ കൂടെ പുരസ്കാരങ്ങൾ നേടിയ എല്ലാവർക്കും, ഇപ്പം എൻ്റെ കോ ആക്ടേഴ്സ് അല്ലെങ്കിൽ ആസിഫിനും ടോവിനോയ്ക്കും കൺഗ്രാജുലേഷൻസ്. ഷംല ഹംസയ്ക്ക്, ഇവിടെ സിദ്ധാർത്ഥ് ഭരതൻ, സൗബിനും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അമൽ നീരദ് ടീമിന് അഭിനന്ദനങ്ങൾ, മഞ്ഞുമൽ ബോയ്സ് ടീമിന് അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും അവാർഡ് കിട്ടിയവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. കിട്ടാത്തവർ അടുത്ത പ്രാവശ്യം കിട്ടും. ഇതൊരു മത്സരമൊന്നും പറയാൻ പറ്റില്ല, അല്ലേ? നമ്മൾ ഓട്ട മത്സരമൊന്നും അല്ലല്ലോ. പുതുതലമുറയാണ് ഇത്തവണ അവാർഡ് മുഴുവൻ കൊണ്ടുപോയിരിക്കുന്നത്. ഞാനെന്താ പഴയതാണോ? ഞാനും ഈ തലമുറപ്പെട്ട ആളല്ലേ. കണ്ടില്ലേ, പുതുതലമുറയാണ് ഈ അവാർഡെല്ലാം കൊണ്ടുവരുന്ന ഒരു അവതാരിക അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തക ചോദിക്കുമ്പോൾ മമ്മൂക്ക പറയുന്നുണ്ട് ഞാൻ എന്താ പഴയതാണോ എന്നുള്ളത്. അത് തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മമ്മൂക്കയുടെ മനസ്സ് ഇപ്പോഴും ചെറുപ്പം തന്നെയാണ്. ആ മനസ്സും ആ ഒരു ചിന്താഗതിയും ആ ഒരു പ്രവർത്തികളും എല്ലാം ചെറുപ്പമായിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു 74-ാമത്തെ വയസ്സിലും മമ്മൂക്ക ഇത്ര ചുറുചുറുക്കോട് കൂടി കാര്യങ്ങളെ കാണുന്നതും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതും. എത്രയെത്ര സംഘികളുടെ ഇടപെടലുകളും അവരുടെയൊക്കെ മെഴുകലുകളും നമ്മൾ കണ്ടതാണ്. ഇതിനെന്തെങ്കിലും മമ്മൂക്കയെ പിടിച്ചൊരു കെണിയിലേക്ക് ഇടാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. നാളിതുവരെ ഒരു ചീത്തപ്പേര് പോലും കേൾപ്പിക്കാത്ത, ഒരു പെണ്ണ് കേസ് പോലും കേൾപ്പിക്കാത്ത, അങ്ങനെയൊക്കെ ജീവിച്ചു പോവുക എന്ന് പറയുന്നൊരു വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഒരു സെലിബ്രിറ്റി സ്റ്റാർഡം ഉള്ളപ്പോൾ തനിക്ക് ഇങ്ങോട്ടേക്ക് ഒരുപാട് പ്രപ്പോസൽസ് അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് ഒരുപാട് കാര്യങ്ങൾ കടന്നു വരാം. അതൊന്നും അദ്ദേഹം ചെവിക്കൊള്ളാതെ അദ്ദേഹത്തിൻ്റെ ഫോക്കസ് എവിടെയാണ്? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹവും അഭിനിവേശവും സിനിമ എന്ന് പറയുന്ന ഒരു ലോകത്താണ്. ആ ലോകത്തിന് വേണ്ടിയിട്ട് തന്നെ തൻ്റെ ആ ഒരു ജീവൻ തന്നെ ഒരു ഒഴിഞ്ഞു വെച്ചൊരു മനുഷ്യനാണ് നമ്മളവിടെ കാണുന്നത്. കേവലം ഒരു കലാകാരനെ മാത്രമല്ല, ആ ഒരു കലയ്ക്ക് വേണ്ടിയിട്ട് ഒരിക്കലും അടങ്ങാത്തൊരു അഭിനിവേശമുള്ളൊരു മനുഷ്യനെ നമ്മളവിടെ കാണുന്നുണ്ട്. ആ ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെയാണ്, അത്രയധികം ഡിസേർവിങ് ആയതുകൊണ്ട് തന്നെയാണ് ആ ഒരു മനുഷ്യന് ഈ അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ ഒരു അവാർഡിന് മമ്മൂക്ക എന്തുകൊണ്ട് അർഹനാണെന്ന് ഞാൻ പറഞ്ഞത് വെച്ചാൽ, അല്ലെങ്കിൽ ഈ ഒരു അവാർഡ് സ്റ്റേറ്റ് മമ്മൂക്കയ്ക്ക് തന്നെ കൊടുക്കുമെന്ന് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു അവാർഡ് നമ്മുടെ സംഘികളുടെ മെഴുകലെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞു, അവർക്കൊപ്പം അവരുടെ ഈ പറയുന്ന പാവാടയും പൊക്കിക്കൊണ്ട് നടക്കുന്ന, അല്ല അവരുടെ കൂടെ അവരുടെ കളസവും പിടിച്ചുകൊണ്ട് നടക്കുന്നവരെയൊക്കെ അവർ അംഗീകരിക്കും. അങ്ങനെയായിരിക്കും മോഹൻലാലിനും അതേപോലെയുള്ള പല ആളുകൾക്കും അവാർഡ് കിട്ടിയിരിക്കുന്നത്. എന്നാൽ മമ്മൂക്ക ഈ പണിക്കൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെയും ഇവർക്ക് ആ രീതിയിൽ മമ്മൂക്കയ്ക്ക് ഒരു അവാർഡ് കൊടുക്കാൻ സാധിക്കത്തില്ല. കാരണം അവരുടെ കാവിക്കളസം പിടിക്കുന്നവർക്കല്ലേ അവർക്ക് അവാർഡ് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു ടീമിനെ കണ്ടെത്തിയാണ് ഈ പറയുന്ന ഫാൽക്കെ അവാർഡ് സംഘികൾ കൊടുത്തത്. എന്നാൽ ഈ പറയുന്ന സ്റ്റേറ്റ് അവാർഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മെഴുകലിനോ അല്ലെങ്കിൽ ഒരിക്കലും ഒരു ഈ പറയുന്ന കമ്മ്യൂണിസം കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടോ ഒന്നുമല്ല മമ്മൂക്കയ്ക്ക് കൊടുത്തത്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കയുടെ ഉള്ളിലുള്ള ഒരു ഒരിക്കലും അടങ്ങാത്ത അഭിനിവേശം കണ്ടതുകൊണ്ടും ആ ഒരു കലാകാരൻ എത്രത്തോളം ഡിസേർവിങ് ആണെന്നുള്ളത് കണ്ടതുകൊണ്ടും ആ ഒരു കലാകാരൻ സിനിമയ്ക്ക് വേണ്ടി തൻ്റെ ഈ ഒരു പ്രായത്തിലും എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ടുമാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു അവാർഡ് മമ്മൂക്കയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ആ അവാർഡിന് എത്രത്തോളം മമ്മൂക്ക അർഹനാണെന്നുള്ളത് നമ്മളിൽ ഓരോരുത്തർക്കും അറിയാം. കുറേ മോഹൻലാലിൻ്റെ ഫാൻസ് എന്ന് പറഞ്ഞാൽ കുറേ വാണ പയ്യന്മാർ വന്നിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും അതിനെ കുറ്റമാക്കിക്കൊണ്ടും മമ്മൂട്ടി ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിട്ട് പ്രസംഗിച്ച് പോയതിനെ വരെ കുറ്റം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന ഒരു മെഴുകലാണ്. എന്ത് വൃത്തികെട്ട സംസ്കാരം, എന്ത് വൃത്തികെട്ട രീതികളും ഒക്കെയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു കാര്യത്തെപ്പറ്റി മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടിയതിന് ശേഷം നമ്മുടെ അവാർഡിൻ്റെ ജൂറിയിൽ ഈ പറയുന്ന നമ്മുടെ പ്രകാശ് രാജ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നൊരു കാര്യം, ദേശീയ ചലച്ചിത്ര അവാർഡുകൾ കളങ്കിതമാണ്, കേന്ദ്ര സർക്കാരും ജൂറിയും മമ്മൂക്കയെ അർഹിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകൾ നമുക്കറിയാം. ഇദ്ദേഹം ഏത് പാർട്ടി ആയിക്കോട്ടെ, ഭരിക്കുന്ന പാർട്ടിയോ അല്ലാത്തത് ഏത് പാർട്ടി ആയിക്കോട്ടെ, അവരുടെ മുന്നിൽ അല്ലെ അവരുടെ മുഖത്ത് നോക്കി മമ്മൂക്കയെ പോലെ തന്നെ മറുപടി പറയാൻ കഴിവുള്ള, അല്ലെ മമ്മൂക്കയെ പോലെ തന്നെ മറുപടി പറയുന്നൊരു മനുഷ്യനാണ് ഇദ്ദേഹം. ആ ഒരു പാലസ്തീൻ്റെ വിഷയത്തിലൊക്കെ പ്രതികരിച്ചൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിലും അദ്ദേഹം പറയുന്നത്
ആ ഒരു ജൂറി അല്ലെങ്കിൽ ഈ പറയുന്ന കേന്ദ്ര ഏജൻസി അല്ലെങ്കിൽ കേന്ദ്ര സഭയിലിരിക്കുന്ന ആളുകൾ മമ്മൂക്കയെ അർഹിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് എത്ര മനോഹരമായ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് അവർക്ക് മമ്മൂക്കയെ കിട്ടാനൊരു അർഹതയില്ല, മറ്റുള്ളവരെയൊക്കെ കിട്ടുമായിരിക്കും. അവർ കാണിക്കുന്ന വെറും വൃത്തികെട്ട പരിപാടിയാണ്, മുഴുവനും കളങ്കിതമായിട്ടുള്ള ഒരു പരിപാടിയാണ്, പ്രവൃത്തിയാണ് കാണിക്കുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. They don't deserve Mamooka. Yeah. Yes, Mamooka is competing with youngsters, but the point is we don't look him as a senior man and youngsters, because the presence of Mamooka in Brahmayugam, with a shot of the nuances he carried just with his presence, was very strong, and youngsters still have to have that expression. But in spite of it, when you see Tobino in ARM, or Asif Ali, I saw 4 of his films. We saw 4 of his films, and there was. അദ്ദേഹം പറയുന്നത് അവര് മമ്മൂക്കയെ ഡിസേർവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സത്യം അത് തന്നെയാണ്. കാരണം സംഘികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ മമ്മൂക്കയെ വിട്ടുതരില്ല എന്ന് ഞാൻ പറയുകയാണ്. പിന്നെ അതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറയാം. മോഹൻലാൽ ഫാൻസ് ഉണ്ട്, ഇപ്പോഴും മമ്മൂക്കയെ കുറ്റം പറയുന്ന, മമ്മൂക്ക സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തതിനെ കുറ്റം പറയുന്ന കുറേ, ഞാൻ ആദ്യമേ പറഞ്ഞില്ല, അങ്ങനത്തെ പയ്യന്മാരുണ്ട്. അവന്മാരോട് ഞാൻ പറയുന്നത്, എടാ സംഘികളുടെ ചാണകം മെഴുകിയൊരു വൃത്തികെട്ട അവാർഡ് ഞങ്ങളുടെ ഈ ആണൊരുത്തിന് വേണ്ട. ആണത്തം ഒരുത്തൻ്റെയും മുൻപിൽ പണയം വെക്കാത്ത ഒരു മനുഷ്യനാണ് മമ്മൂക്ക. അങ്ങനെയെങ്കിൽ ആ മമ്മൂക്കയ്ക്ക് അർഹതപ്പെട്ട അവാർഡ് തന്നെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ കൊടുത്തിരിക്കുന്നത്. അതിൽ നിനക്കൊക്കെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിൻ്റെയൊക്കെ രാഷ്ട്രീയം എന്താണെന്നും നിൻ്റെയൊക്കെ ഫാൻ ബേസ് അല്ലെ നീയൊക്കെ ആരുടെ പിന്നാലെ പോകുന്നത് കൊണ്ടാണ് പറയുന്നതെന്നും മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ആ മമ്മൂക്കയ്ക്ക് ഈ ഒരു പ്രായത്തിലും ഇത്രയും നല്ല രീതിയിൽ അഭിനയിക്കാൻ ഒരു കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അതിന് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചിരിക്കുന്നതുകൊണ്ടാണ്, അല്ലാതെ ആണത്തമാരുടെ മുന്നിൽ പണയം വെച്ചതുകൊണ്ടല്ല. നിങ്ങൾ മോഹൻലാലിനെ വലിയ രീതിയിൽ പൊക്കിക്കൊണ്ട് മമ്മൂക്കയെ കുറ്റം പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് നിങ്ങളുടെ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ മമ്മൂക്കയുടെ വിഷയം വന്നപ്പോഴോ അല്ലെങ്കിൽ അനുബന്ധ വിഷയങ്ങൾ വന്നപ്പോഴോ ഒന്നും പ്രതികരിച്ചില്ല? ആർക്കും ഒരു ധനസഹായമായിട്ട് മുന്നിലേക്ക് വരുന്നില്ല. എല്ലായിടത്തും മമ്മൂക്കയെ മാത്രമേ കാണുന്നുണ്ടല്ലോ. ഈ ഉള്ള കാര്യം ഉണ്ട് എന്ന് പറയണം, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത് ഉണ്ട് എന്ന് പറയാനായിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങൾ നല്ലതിനെ നല്ലതെന്ന് പറയുക, മോശത്തിനെ മോശമെന്ന് പറയുക എന്നുള്ള രീതി മറന്നുകൊണ്ട് നിങ്ങളെല്ലാം അങ്ങ് മോശമാണെന്നുള്ള രീതിയിലേക്ക് പറയാൻ വരികയാണ്. കാരണം മമ്മൂട്ടിയുടെ മതം മുസ്ലിമാണ് എന്നതുകൊണ്ട് തന്നെയായിരിക്കാം ആ ഒരു ഹിന്ദുവിന് അവാർഡ് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ കാവ്യക്കള്ളസത്തിന് അല്ലെങ്കിൽ കാവ്യവൽക്കരണത്തിന് ഇരയാക്കപ്പെട്ട അല്ലെങ്കിൽ അവരെ പോലെയുള്ളവരുടെ അടിമയായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് കൊടുത്താൽ മതി എന്നുള്ളൊരു ചിന്താഗതി വരുമ്പോഴാണ് കലയായാലും ഏത് ജോലിയാണെങ്കിലും എല്ലാം അവതാളത്തിലാവുന്നത്. ആ രീതിയിലേക്ക് ആക്കാൻ ശ്രമിച്ചാൽ സംഖ്യകളെ നിങ്ങളുടെ മെഴുകലിന് കൂട്ടി നിൽക്കുന്ന ആളുകൾ കാണും. ഈ പുഷ്പ പോലെയുള്ള സിനിമയ്ക്കൊക്കെ കിട്ടുന്ന അവാർഡ് ഞങ്ങളുടെ മമ്മൂക്കയ്ക്ക് വേണ്ട. കുറച്ച് വാല്യൂ ഉള്ള, കുറച്ച് ലോജിക്കുള്ള അവാർഡൊക്കെ ഞങ്ങളുടെ മമ്മൂക്കയ്ക്ക് മതി. അത്രയ്ക്ക് ഡിസേർവിംഗ് ആണ് ഞങ്ങളുടെ മമ്മൂക്ക. അത് അങ്ങനെ തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു മമ്മൂക്കയ്ക്ക് ആ ഒരു അവാർഡ് കിട്ടിയതിൽ അങ്ങേയറ്റം, ഞാൻ ആദ്യമേ പറഞ്ഞു, അഭിമാനവും സന്തോഷവുമുണ്ട്. അത് കേരളത്തിലെ എല്ലാ ജനങ്ങളും ആഘോഷിക്കുന്നുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.